ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ സോഷ്യൽ സർവീസ് ടീമിന്റെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ചെറുതുരുത്തി ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പഞ്ചകർമ്മയിലെ റിസർച്ച് ഓഫീസർ ഡോക്ടർ ക്രിസ് ആന്റണി നിർവഹിച്ചു. കുട്ടികളുടെ ദിനചര്യകൾ, ആഹാരരീതി, ഉറക്കം, ശീലങ്ങൾ എന്നിവയെക്കുറിച്ച് അദ്ദേഹം വിശദമായ ക്ലാസ് എടുത്തു. സീനിയർ അധ്യാപകൻ മധു കെ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സന്ധ്യ VS അധ്യക്ഷത വഹിച്ചു. ഹൈസ്കൂൾ അധ്യാപിക അഞ്ജു TV ആശംസകൾ നേർന്നു. ഡോക്ടർ ക്രിസ് ആന്റണി, ഡോക്ടർ ഐശ്വര്യ, ഡോക്ടർ അഷ്ടമി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടന്നത്. ക്യാമ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവരുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ പരിശോധന നടത്തുകയും ആവശ്യമായ ആരോഗ്യ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. സ്പോർട്സ് ജോയിന്റ് കോർഡിനേറ്റർ അർച്ചന NP നന്ദി രേഖപ്പെടുത്തി. ദിനചര്യയിലെ ഏറ്റവും പ്രധാനമായ കാര്യങ്ങൾ ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ ഓരോ ആയുർവേദ സംഹിതയിലും പറഞ്ഞു തരുന്നുണ്ട്. ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ പല്ല് തേക്കണം, അത് ദിവസം 2 നേരം പല്ല് തേക്കണമെന്ന് ആയുർവേദം നിഷ്കർഷിക്കുന്നു. അതുപോലെ അതിനുശേഷം എണ്ണ തേച്ചുള്ള എണ്ണ പ്രത്യേകിച്ച് തലയിലും പാദങ്ങളിലും ചെവിയുടെ പുറകിലും എണ്ണ തേക്കാൻ ആയുർവേദം നിഷ്കർഷിക്കുന്നു. ഒരുപാട് നല്ല പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളിലെ ടെസ്റ്റുകൾ ഇപ്പോഴേ തന്നെ ചെയ്യാനും ജീവിതശൈലി രോഗങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചറിയാനും ഒക്കെ ഇതൊക്കെ സഹായിക്കും. അപ്പോൾ ഇതിന് പഞ്ചകർമ്മ ഹോസ്പിറ്റൽ ഇതിന് മുന്നേ നമുക്കിവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഇത് ചെയ്തിട്ടുണ്ട് അല്ലേ? ഹീമോഗ്ലോബിനൊക്കെ ചെക്ക് ചെയ്ത് അതിനുള്ള റെമഡി ചെക്ക് ചെയ്തിട്ട് പോകുക മാത്രമല്ല അതിന് എന്ത് പ്രതിവിധിയാണ് വേണ്ടതെന്ന് അതിനുള്ള മരുന്നുകൾ തരികയും ലേഖ്യം പോലും എന്തൊക്കെ കഴിഞ്ഞ വർഷം തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ നമ്മൾ അറിയുമ്പോൾ അത് പുറത്ത് നമ്മൾ പൈസ എടുത്ത് വാങ്ങുകയാണെങ്കിൽ അത് വളരെയധികം വിലയുള്ള മരുന്നുകളാണ്. അത് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നു. അപ്പോൾ അത് ഞങ്ങളുടെ സ്കൂളിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഈ പഞ്ചകർമ്മ ഹോസ്പിറ്റലും അതിൽ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സും നമ്മുടെ സ്കൂളിനോട് ചേർന്ന് കൊണ്ട് തന്നെ ഇങ്ങനെ പ്രവർത്തനത്തിൽ പങ്കാളികളാകുക എന്നത് തന്നെയാണ് ഞങ്ങൾക്ക് വളരെ അഭിമാനം തോന്നുകയാണ്.